ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവനാമത്തിൽ നിങ്ങളുടെ മുമ്പിലായിരിക്കുകയാണ്. ദൈവവചനം പ്രാർത്ഥനയോടെ ശ്രവിക്കുവാനായിട്ട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവവചനത്താൽ മാറ്റങ്ങൾ വരുത്തുന്ന ആ ദൈവകൃപ തീർച്ചയായും നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. വചനം അയച്ച് വിടുവിക്കുന്ന ആ മഹത്വമുള്ള ദൈവകൃപ തീർച്ചയായും നിങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും തീർച്ചയായും ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ദൈവം മറുപടി തരുന്നതായിരിക്കും. കഴിഞ്ഞ നിമിഷം നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചത് അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ പ്രദേശങ്ങളിൽ വൻ കാര്യങ്ങൾ, വലിയ വീര്യപ്രവർത്തികൾ ചെയ്ത് ആയിരക്കണക്കിന് ആളുകളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് ചേർക്കുവാൻ സുപ്രധാന തത്വങ്ങളോടെ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. മഹാനുഭൂതിനായ ആ മനുഷ്യൻ്റെ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് സാധാരണ ഒരു മനുഷ്യനല്ല എന്ന് ചിന്തിക്കുവാൻ കാരണമാകുന്ന വിധത്തിൽ ദൈവം തൻ്റെ മകനെ എടുത്ത് ഉപയോഗിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു മൂർച്ചയുള്ള ആയുധമാക്കി ദൈവം ആ മനുഷ്യനെ എടുത്തുയർത്തി. എവിടെല്ലാം ദൈവത്തിൻ്റെ സന്ദേശം അവൻ പ്രാർത്ഥനാ നിരതനായിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞത്, നിനക്കൊരു ദോഷവും സംഭവിക്കത്തില്ല, നിൻ്റെ ജീവന് ഒരു നാശം ഉണ്ടാകത്തില്ല, നീ എനിക്ക് വേണ്ടി എവിടെല്ലാം ആകുമോ അവിടെയെല്ലാം ഞാൻ കാണിപ്പാനിരിക്കുന്ന എല്ലായിടത്തും നീ പ്രസംഗിക്കണം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞതുപോലെ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോക എന്ന് പറഞ്ഞതുപോലെ ശൗലിനോടും കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നോട് അറിയിക്കുന്ന എല്ലായിടത്തും നീ എൻ്റെ വചനങ്ങളെ പ്രസംഗിക്കണം. അതുകൊണ്ട് തന്നെയാണ് ശൗല് ഇറങ്ങിത്തിരിച്ചത്. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല, ഞാൻ അവൻ്റെ അവകാശമാണ്, ദൈവം എൻ്റെ അവകാശമാണ്, ഞാൻ ദൈവത്തിനുള്ളതാണ്, ദൈവം എൻ്റേതാണ്. അവനറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. സ്തോത്രം. നമുക്ക് ഒരു ഭാഗം കൊണ്ട് ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 19 മുതൽ നമുക്ക് ഒന്ന് വായിക്കാം. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് ദൈവനാമത്തിൽ ഉരുവിട്ടുകൊണ്ട് അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, ചുട്ടുകളഞ്ഞു. എല്ലാം ചുട്ടുകള മന്ത്രവാദി സാമഗ്രികളും സകലവും ചുട്ടുകളഞ്ഞിട്ട് അതിൻ്റെ വില തന്നെ അവിടെ പറയുന്നുണ്ട്. ഇങ്ങനെയാണ്, അവയുടെ വില കണക്ക് കൂട്ടിയപ്പോൾ 50,000 വെള്ളിക്കാശെന്ന് കണ്ടു. ഒരു ഭീമമായ തുകയ്ക്കുള്ളതായ മന്ത്രവാദ സാമഗ്രികളാണ്. എല്ലാം നശിപ്പിച്ചു. ആയിരക്കണക്കിന് ആളുകൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞു. ദൈവത്തിൻ്റെ വചനത്തിന് ബന്ധനമില്ല. തകർക്കുവാൻ ആർക്കും സാധ്യമല്ല, തടസ്സപ്പെടുത്തുവാൻ ആർക്കും സാധ്യമല്ല. വിജയത്തിൻ്റെ ദൈവമാണ്, വിജയിച്ചവനാണ്. ഈ ലോകത്തിലെ സകലവിധ അന്ധകാര ശക്തികളും അരുമനാഥനെതിരെ പ്രവർത്തിച്ചപ്പോൾ അരുമനാഥനായ യേശു തൻ്റെ വചനം ഉപയോഗിച്ച് വിടുവിച്ച് ക്രൂശിൽ അവൻ്റെ എല്ലാ അന്ധകാരങ്ങളെയും തകർത്ത് അവൻ ക്രൂശിൽ ജയോത്സവം എടുത്തവനായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ആ കർത്താവ് തന്നെ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയ ദൈവമക്കളെ, ശൗലിനോട് കൂടെ എൻ്റെ കർത്താവ് ഇരിക്കുകയാണ്. തൊടുതാട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പൗലോസിൻ്റെ പ്രതീക്ഷയും പദ്ധതിയുമാണ്. ഇനി ഞാൻ എങ്ങോട്ട് പോകണം, എന്തു ചെയ്യണം, പ്രതീക്ഷകളും പദ്ധതികളെക്കുറിച്ച് ആരായുവാൻ അവൻ അല്പസമയം പ്രാർത്ഥനാ നിരതനാകുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കെദോന്യയിലും അഖായയിലും കൂടി കടന്ന് യെരൂശലേമിലേക്കും പോകണം എന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണം. ഏറ്റവും വലിയ ഒരു ചിരകാല അഭിലാഷമാണ് റോമ കൂടെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം. പ്രിയ ദൈവമക്കളെ, ഈ യാത്ര ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും പൗലോസിൻ്റെ 3-ാം മിഷണറി യാത്രയിലാണ്. ബഹു സംഭവങ്ങൾ ഇനി നടക്കുവാൻ പോകുന്നതേയുള്ളൂ. അത് മുഴുവനുമായി നിങ്ങളുടെ മുമ്പിൽ അവതരിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. സ്തോത്രം. അപ്പോൾ ഇനി ബഹു സംഭവങ്ങൾ, തൻ്റെ അറസ്റ്റ്, തൻ്റെ കപ്പൽ യാത്രകൾ, ബന്ധനങ്ങൾ, അതിസാഹസികമായ കാര്യങ്ങൾ ഇനി നടക്കുവാൻ പോകുന്നതേ ഉള്ളൂ.
തൻ്റെ മൂന്നാമത്തെ മിഷണറി യാത്രയിൽ വീട്ടുതടങ്കലുകൾ, അത് കൂടുന്നവരൊക്കെ വിട്ടു മാറുന്നത്, 2 ചങ്ങലകളാൽ ഇടത്തും വലത്തും പട്ടാളക്കാർ നിന്നുകൊണ്ട്, ഇടത്തും വലത്തും പട്ടാളക്കാർ നിന്ന് ഇരുഭാഗത്തിൽ ചങ്ങലകൾ ബന്ധിച്ച് കാലിലും ചങ്ങലയായി റോമിൽ സ്വന്തമായൊരു ഭവനം താൻ തന്നെ വാടകയ്ക്കെടുത്ത് വീട്ടുതടങ്കലിൽ കഴിയുന്നതായ സകല സംഭവങ്ങളും ഇനി ഭയങ്കരമായി കാണുവാൻ പോവുകയാണ്. പക്ഷേ റോമിലും എനിക്ക് പോകണം എന്നുള്ള ചിന്ത തൻ്റെ മകനെ അലട്ടുകയാണ്. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, വരും തലമുറകളിൽ നാം എങ്ങനെയായി തീരും, നാം ആരൊക്കെയായി മാറിയെന്ന് നമുക്ക് ആർക്കും ഒരു ഉറപ്പും പറയാൻ കഴിയത്തില്ല. പക്ഷേ നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴി, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരം. ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ ഒരു പദ്ധതിയുണ്ട്. വാസ്തവത്തിൽ പൗലോസിൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ചെയ്യുന്നത്, പൗലോസ് ചെയ്തത് ഒരേ ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സുവിശേഷം സൗജന്യമായി പ്രസംഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് താൻ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റ്. സുവിശേഷം സൗജന്യമായി പ്രസംഗിച്ചു, അതിലപ്പുറമായി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. യേശുവിന് വേണ്ടി സ്വയം ഇറങ്ങി തിരിച്ച് തൻ്റെ സുവിശേഷ വേലയിൽ, തൻ്റെ സുവിശേഷ പര്യടനത്തിൽ, അതേ സ്തോത്രം, 18-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, താൻ കൂടാര പണി പോലും ചെയ്ത് ഉപജീവനം കഴിച്ചുകൊണ്ട് തൻ്റെ വേല ചെയ്യുവാൻ യാതൊരു മടിയും അദ്ദേഹം കാണിച്ചില്ല എന്നാണ് പറയുന്നത്. ആൾക്കാർ കൊടുത്തതായ ചില നാണയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ തീർന്നുപോയി, കാശുകളൊക്കെ തീർന്നുപോയി. എന്നിട്ടും താൻ അവിടെ ശ്രദ്ധിച്ചപ്പോൾ കൂടാരപ്പണിയിൽ ഏർപ്പെടുന്ന തൻ്റെ ആത്മമിത്രങ്ങളെ കാണുവാനിടയായി, ക്രിസ്തുവിലുള്ള സഹോദരങ്ങളെ കണ്ടു. അവരോടൊപ്പം തൻ്റെ കൂടാരപ്പണിയിൽ ചെലവഴിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. സുവിശേഷ വേലയിലുമായി ബന്ധപ്പെടുവാൻ ആരോടും ഒന്നും കൈ നീട്ടാതെ സ്വയം അധ്വാനിച്ച് സുവിശേഷ വേല ചെയ്യുവാൻ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ഇതുപോലൊരു മനുഷ്യനെ നമുക്കിന്ന് ലോകത്ത് കാണുവാൻ കഴിയുമോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇതുപോലെ സന്മനസ്സുള്ളവരെയാണ് കർത്താവ് ഇന്നും ആഗ്രഹിക്കുന്നത്. തീർച്ചയായും മരിച്ചു അടക്കപ്പെട്ട് സ്വർഗത്തിലെത്തുമ്പോൾ പൗലോസ്ലീഹായ്ക്ക് ദൈവദൂതന്മാരുടെ നല്ല ഒരു സ്വീകരണം, പിതാപുത്രവർ ഇവരെല്ലാവരും ചേർന്ന് തൻ്റെ പുത്രനായ ക്രിസ്തു നല്ല ഒരു സ്വീകരണം തീർച്ചയായും തൻ്റെ മകന് ലഭിക്കുക തന്നെ യാതൊരു സംശയമില്ല. സ്തോത്രം. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം, റോം തനിക്കൊന്ന് കാണണം, അവിടെ വരെ എനിക്ക് പോകണം എന്നൊരു ചിരകാല അഭിലാഷം മനസ്സിൽ താലോലിച്ചുകൊണ്ട് സുവിശേഷ വേലയിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. പ്രിയ ദൈവജനമേ, അതിൻ്റെ തുടർന്നുള്ളതായ ഭാഗത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ, പൗലോസിൻ്റെ 3-ാം മിഷണറി യാത്ര ആരംഭിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം മുതൽ 21 അധ്യായം വരെയുള്ള തുടർന്നു വരുന്ന എല്ലാ അധ്യായങ്ങളും തൻ്റെതായ ജീവിത യാത്രയിലും തൻ്റെ ഏതെല്ലാം സ്ഥലങ്ങൾ തനിക്ക് സുവിശേഷം അറിയിക്കുന്ന കാണാൻ കഴിയുമോ അവിടെയെല്ലാം തനിക്ക് എത്രയും വേഗം എത്തിച്ചേരണം എന്നുള്ളത് തന്നെയാണ് പൗലോസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി ശക്തിയോടെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞ്, പ്രിയ ദൈവമക്കളെ, നാം ഒരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, പൗലോസിൻ്റെ എബ്രായർക്കെഴുതിയ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങൾ അദ്ദേഹം എഴുതുകയുണ്ടായി. ഈ 14 ലേഖനങ്ങളും എബ്രായർ അവിടെ എഴുതിയ പേര് പറഞ്ഞില്ല. പക്ഷേ അപ്പോസ്തലനാകാനാണ് സാധ്യത. അപ്പോസ്തലൻ തന്നെയാണ് എഴുതിയത്. കാരണം എബ്രായർ എന്ന് പറയുമ്പോൾ താനൊരു എബ്രായറാണ്. അതുകൊണ്ട് പേര് വെളിപ്പെടുത്താതെ, പേര് പറയാതെ എബ്രായർ എന്ന് മാത്രം എഴുതിയ ലേഖനം, സ്തോത്രം, അത് ഏറ്റവും അനുഗ്രഹവും ശ്രേഷ്ഠതയുമാണ് തന്നെയാണ്. പ്രിയ ദൈവജനമേ, ഇന്ന് നാം ആയിരിക്കുന്ന ഈ നിമിഷത്തിൽ സ്വർഗത്തിലെ വലിയ ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. പൗലോസ് ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ പറയാറുണ്ട്. വാസ്തവത്തിൽ 1 തീമോഥെയോസിൻ്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അന്ന് ഇന്നും ഞാൻ ഇതുവരെ കേട്ടതായ ചിന്തകളിൽ നിന്ന് നാം ഒന്ന് പുറകിലോട്ട് നോക്കുമ്പോൾ ഏതെല്ലാം കാടുകളും മേടുകളും ഏതെല്ലാം ബുദ്ധിമുട്ടുകളും ചോരച്ചാലുകളുമായി അദ്ദേഹം കടന്നു വന്നു. നമ്മൾ നേരത്തെ ചിന്തിച്ചത്, ആ ജയിലിൽ കിടന്ന് തലങ്ങും വിലങ്ങും അടികൾ കൊണ്ട്, ചാട്ടവാർ അടി കൊണ്ട്
പൗലോസ് 1 കുറയാൻ 40 അടി ഞാൻ 5 വട്ടം കൊണ്ട്, യഹൂദന്മാരാൽ 1 കുറയാൻ 40 അടി 5 വട്ടം കൊണ്ട്. സ്തോത്രം. ഈ കാലം അത്രയും ശരീരം മുഴുവനും കീറി മുറിഞ്ഞ് ചോരച്ചാലുകൾ കീറി, അതേ അവിടെ പുരട്ടുവാൻ മരുന്നുമില്ലാതെ ദുഃഖിതനായി എല്ലാം മനസ്സിൽ അടക്കി വെച്ച് സന്തോഷമെന്ന് മാത്രം കരുതിക്കൊണ്ട് ഫിലിപ്പിയർക്കിലെ സഭയിൽ അതേ ഇപ്രകാരം പറയുകയാണ്. ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, കർത്താവിൽ നിങ്ങളെപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ ഇടവിടാതെ നിങ്ങളോട് പറയുന്നു. സ്തോത്രം. ഇടവിടാതെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, കർത്താവിൽ നിങ്ങളെപ്പോഴും സന്തോഷിപ്പീൻ. 4:13 വായിക്കുമ്പോൾ അവിടെ പൗലോസ് തന്നെ പറയുക, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. എന്നെ ശക്തനാക്കുന്നൊരു ദൈവമുണ്ട്. ആയതുകൊണ്ട് ജയിലറകളിലായിരുന്നാലും കാടുകളിലായിരുന്നാലും മേടുകളിലും എവിടെയായിരുന്നാലും എന്നെ ശക്തീകരിക്കുന്ന ദൈവമുണ്ട്. ആയതുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിൽ എപ്പോഴും ഞാൻ സന്തോഷിക്കും, ഇടവിടാതെ സന്തോഷിക്കും. അതിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാൽ അപേക്ഷയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിക്കത്ര വേണ്ടത്. സ്തോത്രം. ഇറങ്ങിത്തിരിച്ച അന്ന് മുതൽ ഇന്ന് വരെയും പൗലോസ് പറയുന്നതായ ഒറ്റ കാര്യം ഇതാണ്. 1 തീമോഥെയോസ് 1-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയിരിക്ക കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. സ്തോത്രം. ശുശ്രൂഷയ്ക്ക് എന്നെ ആക്കിയിരിക്കുന്നു, മറ്റാരുമല്ല എന്നെ ആക്കിയിരിക്കുന്നത്. യേശു ക്രിസ്തുവാണ് ഈ ശുശ്രൂഷയിൽ എന്നെ ആക്കിയിരിക്കുന്നത്. ഞാൻ അവൻ്റെ അപ്പോസ്തലനാണ്, ആ യേശുവിൻ്റെ ശിഷ്യനാണ്. അതെ, സ്തോത്രം. അതിൻ്റെ 13-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, മുമ്പേ ഞാനും ദൂഷകനും, മുമ്പേ ഞാൻ ദുഷ്ടനും, ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠുരനുമായിരുന്നു. എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതൊക്കെ കൊണ്ട് എനിക്ക് കരുണ ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അറിവില്ലായ്മയുടെ കാലങ്ങളെ എൻ്റെ അരുമനാഥൻ ക്ഷമിച്ചു തന്നു. എന്നോട് കരുണ കാണിച്ചത് കൊണ്ട്, എന്നോട് ക്ഷമിച്ചിരിക്കൊണ്ട് ഞാൻ യേശുവിൻ്റെ ചുടടയാളം ഞാൻ ധരിക്കുന്നു. സ്തോത്രം. അത്യുന്നതനായ ദൈവത്തിൻ്റെ പ്രഥമ ശിഷ്യൻ. ആർക്കും തടക്കുവാൻ, എതിർ പറയുവാനും സാധ്യമല്ല. അവൻ്റെ വാക്കുകൾക്കെതിരായി ശബ്ദമുയർത്താൻ ആർക്കും സാധ്യമല്ല. അവൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാകുന്നു. സ്തോത്രം. യേശുവിനെ കണ്ടത്, ഒരുപക്ഷെ യേശുവിനെ അപ്പോസ്തലനായ പൗലോസ് ദമസ്കസിൽ കണ്ടത് അപ്പോസ്തലനായ യോഹന്നാൻ യേശുവിനെ എങ്ങനെ കണ്ടുവോ അതുപോലെ ആയിരിക്കാം. സ്തോത്രം. ശക്തനായ ആ യേശുവിനെ കണ്ട അപ്പോസ്തലനായ യോഹന്നാൻ മരിച്ചവനെ പോലെയായി. ഇവിടെ ശൗലും മരിച്ചവനെ പോലെയായി, കണ്ണു കാണാൻ കഴിയാതെ തറയിൽ വീണ് ഉരുണ്ട്. സ്തോത്രം. ഏതോ ഒരു അജ്ഞാതമായ ലോകത്തിൽ അകപ്പെട്ടു പോലെയാണ് ഇവിടെ പറഞ്ഞത്. മുമ്പേ ഞാൻ ദൂഷകൻ, ഉപദ്രവിയും നിഷ്ഠനുമായിരുന്നു. എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ഞാൻ ചെയ്തു പോയ സകല ചെയ്തികളോടും എൻ്റെ കർത്താവ് എനിക്ക് കരുണ തന്നിരിക്കുന്നു. ആയതുകൊണ്ട് ഞാൻ കർത്താവിന് ഞാൻ ഹല്ലേലൂയ പറയും. പ്രിയ ദൈവമക്കളെ, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതായ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നമ്മളാൽ ആർക്കും സാധ്യമല്ല. നമ്മുടെ പ്രശ്നം പരിഹരിപ്പാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. സ്തോത്രം. ഇവിടെ പൗലോസിൻ്റെ തെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. പൗലോസിൻ്റെ തെറ്റും ഇത് മാത്രമേ ഉള്ളൂ, താൻ സൗജന്യമായി സുവിശേഷം പറഞ്ഞു എന്നുള്ളതാണ്. പൗലോസിൻ്റെതായ ഏക വാക്കുകളും സമാപന വാക്കുകളും 2 തീമോഥെയോസിൻ്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. അന്ത്യമൊഴികളാണ് തീമോഥെയോസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുക. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. വീണ്ടും അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, എനിക്കും നിങ്ങൾക്കും ശൗലിനെ പോലെ പറയുവാൻ ശക്തമക്തായ ഒരു വചനമാണ്
അതിൻ്റെ 7-ാം വാക്യം, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകളിൽ എത്രയെത്ര വർഷങ്ങൾ പട്ടിണിയും പരിവട്ടുമായി താഴ്ചയിലും ഉയർച്ചയിലും ഇരുന്നു കൊണ്ട് സ്വന്തം സഹോദരന്മാരുടെ ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, അതേ കപ്പലിലെ ആപത്ത്, കടലിലെ ആപത്ത്, ഒട്ടനവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയതായ ആ മനുഷ്യൻ പറയുക, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ നിര്യാണകാലം അടുക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഇപ്രകാരം പറയുവാൻ കഴിയും, നമുക്കൊരു നിര്യാണകാലമുണ്ട്. അത് എപ്പോഴാണ് നമുക്കറിയാൻ കഴിയത്തില്ല. നാം ഓരോ നാഴികക്കല്ലുകൾ താണ്ടിക്കൊണ്ടിരിക്കുകയാണ്. 70 80 വയസ്സിൽ കഴിയുമ്പോൾ, 60 70 80 വയസ്സ് കഴിയുമ്പോൾ ഈ യാത്ര തീരുകയും ചെയ്യും. എന്നാൽ ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. എനിക്ക് വിശ്വാസിയായിരുന്ന സമയത്ത് എനിക്ക് നല്ല പോർ പൊരുതുവാൻ കഴിഞ്ഞുവോ? എനിക്ക് വിശ്വാസം കാക്കുവാൻ കഴിഞ്ഞുവോ? സ്തോത്രം. ഞാൻ നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു, ഓട്ടവും തികച്ചു. വയോധികനായി നിര്യാണകാലം അടുത്തിരിക്കുന്ന ഈ സമയത്ത് പൗലോസിൻ്റെ അവസാനത്തെ വാക്കുകളാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു. സ്തോത്രം. അതിൻ്റെ 8-ാം വാക്യോടെ വായിക്കാം, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ആ ദിവസം എനിക്ക് തരും, എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, തൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കുമുള്ളതാണ്. തനിക്കൊരു പൂർണ്ണമായ തീരുമാനം വന്നു കഴിഞ്ഞു, ഒരു വിശ്വാസം വന്ന്, പ്രത്യാശ വന്നു കഴിഞ്ഞ്, തീർച്ചയായും ഞാൻ മരിച്ച് അടക്കപ്പെട്ട് എൻ്റെ അരുമനാഥൻ്റെ സന്നിധിയിലെത്തുമ്പോൾ എനിക്കൊരു കിരീടം ലഭിക്കുമെന്ന് പൗലോസ്ലീഹ പ്രഖ്യാപിക്കുകയാണ്, സധൈര്യം പറയുകയാണ്. ഞാൻ എൻ്റെ യേശുവിനെ അറിഞ്ഞ കാലം ഇന്ന് വരെയും ഞാൻ ആരെയും മോഷ്ടിച്ചില്ല, ആരെയും ഞാൻ കൊന്നിട്ടില്ല, ആരെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല, ആർക്കെതിരെ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ യേശുവിന് വേണ്ടി സകലവും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ സകലവും ഛേദമെന്ന് എണ്ണുന്നു. സ്തോത്രം. ഞാൻ നല്ല പോർ പൊരുതുന്നു, ഓട്ടം തികയ്ക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഞാനും ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുകയാണ്. മഹത്വമുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇപ്രകാരം ഉറച്ചു പറയുവാനുള്ള ധീര ആ യോദ്ധാവിന് ദൈവം നൽകിയതായ ആ വലിയ അനുഗ്രഹത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ കൃപ വരങ്ങൾ, അതേ മാത്രമല്ല പ്രസംഗിക്കുള്ള വരങ്ങൾ, വീര്യപ്രവൃത്തികൾക്കുള്ള വരങ്ങൾ, ഇതെല്ലാം നൽകി ദൈവകൃപയിൽ ആയിരിക്കുക മാത്രമല്ല, റോം, അതാണ് എൻ്റെ മകൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് തന്നെയാണ് മതസ്വാതന്ത്ര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നതായ ആ ദേശം, അവിടെ നിന്നുകൊണ്ട് വീണ്ടും സുവിശേഷ ദൗത്യം ആരംഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം റോമിലേക്ക് യാത്രയാകുകയാണ്. ആ പോകുന്ന യാത്രയിൽ ഒട്ടനവധി പ്രതിസന്ധികളെ തരണം ചെയ്യുവാനിടയായി. അനേക രാജാക്കന്മാരുടെ മുമ്പിലും നാടുവാഴിയുടെ മുമ്പിലും താൻ ബാധ്യപുത്രനായി കുറ്റം ചെയ്തതിനെ പോലെ, കള്ളനെ പോലെ വിലങ്ങുകളും ജയിലറകളിലും ഒക്കെ കിടക്കേണ്ടതായ ഒരവസ്ഥകളൊക്കെ വന്നു കഴിഞ്ഞു. എന്നിട്ടും അദ്ദേഹം പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്ത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഈ സമയത്ത് നമ്മുടെ അരുമനാഥനായ കർത്താവ് ഒരുപക്ഷെ എന്നെ നിങ്ങളെയൊക്കെ വിളിച്ചു വേർതിരിച്ചു എത്രത്തോളം ദൈവം നമ്മെ നടത്തിയിരിക്കുകയാണ്. ആ വരുവാനുള്ള കർത്താവ് എത്രയും വേഗം വരുവാൻ പോവുകയാണ്. ഒരുപക്ഷെ വിളിച്ചിരിക്കുന്നതായ ഈ ദൈവം, വിളിച്ചിരിക്കുന്നവനായ കർത്താവ് തൻ്റെ വിളിക്കതൊക്കെ യോഗ്യമാവണ്ണം നമുക്ക് നടക്കുവാനുള്ളതായ ഉൾപ്രേരണ പൗലോസിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ എന്നെ വിടുകയില്ല എന്നുള്ള ചിന്തകൾ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നീങ്ങിയതായ ഇതുപോലൊരു മനുഷ്യനെ നമുക്ക് ഭൂമിയിൽ ഒരിക്കലും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. അനേക പങ്കപ്പാടുകൾ കടന്നുപോയി, വലിച്ചിഴച്ച് അടിച്ചു ചതച്ച് മുറിവേറ്റിട്ട് പോലും, ആ ഭീകരമായ ഓരോ രാത്രികളിൽ പോലും ആർക്കുന്നില്ലാതെ, ആർക്കും വേണ്ടാത്തവനായിട്ടല്ല, എൻ്റെ യേശു എന്നോട് കൂടെയുണ്ട്, എപ്പോഴും ഏതും എല്ലാ സമയത്തും എന്നെ നടത്തുവാൻ കഴിവുള്ളവർ ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ വെച്ച് അവൻ ഉറച്ചു. അവൻ ആദ്യമേ പറഞ്ഞു, എന്നെ വിളിച്ചു, എന്നെ വേർതിരിച്ചു. എന്നെ വിളിച്ചു, അവൻ എന്നെ വേർതിരിച്ചിരിക്കുകയാണ്. ആ വേർപാട് ഇനി തൻ്റെ ജീവൻ
അന്ത്യശ്വാസം അത് വിടുന്നത് വരെ എന്നൊരു പിന്മാറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല തവണകളായി ബർന്നബാസും അതേ ശൗലുമായിട്ട് ചില വഴക്കുകളൊക്കെ ഉണ്ടായി. കാരണം മർക്കോസ് എന്ന യോഹന്നാന് വേണ്ടിയിട്ട്. കാരണം പല സമയങ്ങളിൽ പല നിർണായകമായ സമയങ്ങൾ വന്നപ്പോഴും കൂടെ ഇല്ലാത്തതിൽ പൗലോസിന് വളരെ വേദനയുണ്ടായി. അത് ബർന്നബാസിനോട് പറയുകയുണ്ടായി. പക്ഷേ ബർന്നബാസ് ഒരു ഭാഗത്ത് തിരിഞ്ഞു, മർക്കോസും പിരിഞ്ഞു കഴിഞ്ഞു. പിന്നെ അവസാനം ശൗല് മാത്രം ശേഷിക്കുന്ന ഒരു അനുഭവമാണ്. അവൻ പോകാനുള്ള കാരണം ഇതുതന്നെയാണ്. ഞാൻ നിന്നോട് കാണിക്കാനിരിക്കുന്ന സ്ഥലത്ത്, ഞാൻ നിന്നോട് പറയുവാനിരിക്കുന്ന സ്ഥലത്ത് നീ അവിടെ എനിക്ക് വേണ്ടി സാക്ഷിയായിരിക്കണം, നിനക്കൊരു ദോഷവും സംഭവിക്കയില്ല എന്ന് പറയുകയാണ്. റോമിലേക്ക് പോകുന്നത് നിസ്സാരപ്പെട്ട ഒരു വ്യക്തിയുടെ സ്ഥലത്തല്ല. നീറോ കൈസറുടെ അടുക്കൽ ഭരിക്കുന്ന കാലഘട്ടത്താണ് ശൗല് യാത്രയാകുന്നത്. നീറോ കൈസറുടെ കാലത്ത് അവിടെ യാത്രയാകുമ്പോൾ ക്രിസ്ത്യാനികളെ ഇഞ്ചിഞ്ചായി കൊന്നുമുടിക്കുന്നതായ ഈ മനുഷ്യൻ്റെ മുമ്പിലേക്ക് ശൗൽ യാത്രയാകുകയാണ്. ഇനി അവിടെ എന്തെല്ലാം സംഭവിക്കുമെന്ന് നമുക്കാർക്കും അറിയത്തില്ല. അവിടെ ഇനി എന്തെല്ലാം സംഭവിക്കുമെന്ന് നമുക്കൊരു ഊഹവുമില്ല. പ്രിയതമക്കളെ, നമ്മുടെ മനക്കണ്ണുകൊണ്ട് നമുക്കൊന്ന് അതൊന്ന് ചിന്തിക്കാം. എന്ത് വന്നാലും കർത്താവ് അദ്ദേഹത്തെ നോക്കിക്കൊള്ളുവാൻ. പ്രിയദൈവമക്കളെ, അവസാനത്തെ ഈ ശൗലിൻ്റെ ആ റോം യാത്രകളും അവിടെ സംഭവിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ, പക്ഷേ നമുക്കത് വർണ്ണിപ്പാൻ കഴിയാത്ത വിധത്തിലുള്ളതായ ഒരു മിനിസ്ട്രി വേലയാണ് എന്നുള്ള കാര്യങ്ങൾ മറന്നു പോകരുത്. റോമിൽ അങ്ങിമിങ്ങോളം വരുന്നതായ പ്രാന്ത പ്രദേശങ്ങളിൽ താൻ സുവിശേഷം അറിയിച്ചു. അതിനുശേഷം എവിടെല്ലാം ആയിരിക്കുമോ അവിടെല്ലാം ദൈവമായുള്ള ബന്ധത്തിലായിരുന്നു, വീട്ടുതടങ്കലുമായി. പ്രിയമക്കളെ, തീർച്ചയായും ശൗലിൻ്റെ മിനിസ്ട്രി വേല ഇവിടെ അവസാനിക്കുന്നില്ല. ദൈവം അനുവദിക്കണമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം, നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം. സന്നിഹിതരായിരിക്കുന്ന എല്ലാ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം. അവിടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, വിഷയങ്ങൾ അറിഞ്ഞ് എൻ്റെ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. യേശു മിശിഹാ മൂലം സകലവും താഴ്മയായി കെഞ്ചുന്നു. കേൾക്കണം നല്ല ദൈവമേ. ആമേൻ.